Hello, welcome to Market Discussion of the Day. Today, January 13, 2025, Monday ആണ്, പുതിയ വീക്കാണ്. അപ്പം നമുക്ക് ഈ വീക്കിലെ ഫണ്ടമെൻ്റൽസ് എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്നും അതിനുശേഷം ഇന്നത്തെ ദിവസത്തെ ടെക്നിക്കൽസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിന്ന് പറഞ്ഞു പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മുടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ആഴ്ച വീണ്ടും പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പം രണ്ടാഴ്ചത്തെ ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ബാച്ചായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, അതായത് രാത്രി ഇന്ത്യൻ ടൈം 7:30 മണിക്കും 10 മണിക്കുമായിട്ട് 2 ബാച്ചായിട്ടായിരിക്കും നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. രണ്ടാഴ്ചത്തെ ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്ന ആഗ്രഹമുള്ള എല്ലാ ആൾക്കാരും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽസ് ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ ഫണ്ടമെൻ്റൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകിച്ച് ഫണ്ടമെൻ്റൽസ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നുമില്ല. നാളെയും ഇതേപോലെ തന്നെ നമുക്ക് ടെക്നിക്കൽസ് ഫോളോ ചെയ്ത് പോവാം എന്നുള്ളതാണ് നാളത്തെയും പ്രത്യേകത. ഓക്കെ, മറ്റന്നാൾ ബുധനാഴ്ച നമുക്ക് ഫണ്ടമെൻ്റൽസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബുധനാഴ്ച നമുക്കൊരു വലിയ ഫണ്ടമെൻ്റലുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നതാണ് ആ ദിവസം മാറി നിൽക്കണമെന്ന്. പക്ഷേ റെഡ് മാർക്ക് കൊടുത്തില്ല. CPI US നിന്ന് CPI ആണ് വരുന്നത്, റെഡ് ഇതിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, പക്ഷേ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട സമയമാണ്. UK ടൈമിംഗ് 1:30 മണിക്കാണ് ഈ പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. ആ സമയത്ത് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ. അറ്റ്ലീസ്റ്റ് അതിനൊരു 2-3 മണിക്കൂർ മുന്നേ മാർക്കറ്റിലുള്ള എല്ലാ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും എടുത്ത് മാറുക എന്നുള്ളതാണ്. അതേപോലെ ബുധനാഴ്ച തന്നെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, അതേപോലെ വ്യാഴാഴ്ചയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ട്. US നിന്നും വരുന്നുണ്ട്, UK നിന്നും വരുന്നുണ്ട്. UK യുടെ മാനുഫാക്ചറിങ് പ്രൊഡക്ഷനാണ്. അതേപോലെ GDP അനൗൺസ്മെൻ്റ് ആണ്. നമ്മുടെ പൗണ്ട് GBP നല്ല രീതിയിൽ താഴ്ന്ന ഒരു GBP US നല്ല രീതിയിൽ താഴ്ന്ന, നല്ല രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഈ ഒരു പ്രൈസ് എത്തിയത് ഓൾമോസ്റ്റ് 2023 ഡിസംബർ സമയത്തൊക്കെയാണ്. ഓക്കെ, അല്ലെങ്കിൽ 2023 ഇതിലും പ്രൈസിൽ താഴോട്ട് പോയിട്ടുള്ളൂ. ഈവൻ കഴിഞ്ഞ വർഷം 2024 ഒരു വട്ടം പോലും 1.2300 താഴെയായിട്ട് പോയിട്ടില്ല മാർക്കറ്റ്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ GBP USD സംബന്ധിച്ചിടത്തോളം ഈ ന്യൂസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ 1:30 മണിക്ക് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് US നിന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ മെയിനായിട്ടുള്ള 2 ന്യൂസുകളാണ്. CPIയും അതേപോലെ തന്നെ നമ്മുടെ റീറ്റെയിൽ സെയിൽസ്. ഓക്കെ, സോ പിന്നെ വെള്ളിയാഴ്ച നമ്മുടെ ബിൽഡിംഗ് പെർമിറ്റ്സ് ഉണ്ടാവും. അതൊരു ഭയങ്കരമായൊരു ന്യൂസ് ഒന്നുമില്ല. അത് നമുക്ക് ടെക്നിക്കൽസ് ഫോളോ ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള കാര്യം. നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ വരുമ്പോൾ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരൊറ്റ കാര്യം കൂടെ ഞാൻ പറയാം. വാറിനകത്തൊരു തീരുമാനമാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഖത്തറിൽ പീസ് ടോക്ക് നടക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു സമയത്ത് ഇപ്പം ഇസ്രായേൽ പാലസ്തീൻ വാർ എന്തെങ്കിലും ഒരു സീസ് ഫയർ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗോൾഡിൻ്റെ മാർക്കറ്റ് ഒറ്റയടിക്ക് താഴോട്ട് പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. അതുകൊണ്ടിട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ സ്റ്റോപ്പ് ലോസ് ഇടാതെ ഒരു കാരണവശാലും ചെയ്യരുത്. അത് ബേസിക്കലി അതൊരു ടെമ്പററി ആയിട്ടുള്ളൊരു ഒറ്റയടിക്കുള്ള താഴ്ന്ന് പോവുകയാണ്. ബിക്കോസ് വേൾഡിൽ വേറെയും കുറേ കാര്യങ്ങൾ, വോർ അല്ലാതെ വേറെ കുറേ ഫിസിക്കൽ വോർ അല്ലാതെ കുറേ എക്കണോമിക് വോറുകൾ നടക്കുന്നുണ്ട്. കുറേ രാജ്യങ്ങളിലെ താരിഫ് ഏർപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സ്പീച്ചുകളും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടിട്ട് ഒരു അൺസർട്ടൺ സിറ്റുവേഷൻ ആയതുകൊണ്ടിട്ട് ഗോൾഡിൽ കൂടുതലും ഇൻവെസ്റ്റ്മെൻറ്റ് വന്ന് മുകളിലോട്ട് പോകും. പക്ഷേ താൽക്കാലികമായിട്ടൊരു സീസ് ഫയർ വന്നു എന്ന് പറഞ്ഞാൽ പോലും ഒറ്റയടിക്ക് മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 2580 വരെയെങ്കിലും പോകാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്നും പറയുന്നത് പോലെ JPYയിലോട്ട് വരുമ്പോൾ JPY ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 157.564 ഓക്കെ, നമ്മൾക്ക് ഇന്നലത്തെ സെയിം റേഞ്ചിൽ തന്നെയാണ്. ഇപ്പം ഈവൻ NFP വന്നപ്പോൾ, നോൺ ഫാം പേറോൾ വന്നപ്പോൾ ഗോൾഡിനകത്ത് ചെറുതായിട്ടൊരു വ്യത്യാസം വന്നു. അതിനുശേഷം റിക്കവറായി. ഇതിനകത്തും JPYയിലും 158.825 വരെ പോയി ആ ഒരു സമയത്ത്. അതിനുശേഷം
ക്യാൻഡിൽ 158.60 മുകളിലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്നിട്ട് നോർമൽ കണ്ടീഷനിലോട്ട് നമ്മുടെ JPY വന്നു എന്നുള്ളതാണ് അത് ഒരു കാര്യം അല്ലേ. നമുക്ക് നേരത്തെ പോലെ തന്നെ 158 സെല്ലെടുക്കാം. 158.60 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് 156.5 എങ്കിലും ടേക്ക് പ്രോഫിറ്റ് വെച്ചുകൊണ്ട് നമുക്ക് JPY ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ്. നേരെ 156 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ബൈയും ചെയ്യാം. 155.40 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസും വെക്കാം. ഇതാണ് JPY. ഇതേവരെ ഇത് ബ്രേക്ക് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോഴും നമുക്കത് ചെയ്തുകൊണ്ടേ ഇരിക്കാം അല്ലേ. കാരണം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇതേ റേഞ്ചിൽ കിടന്ന് കറങ്ങി എല്ലാ വട്ടവും നമുക്കതിനകത്ത് സ്റ്റോപ്പ് ലോസ് നമുക്ക് പ്രോഫിറ്റ് തന്ന ഒരു സംഭവമാണ് JPY. പക്ഷേ കഴിഞ്ഞ ആഴ്ച 158.82 എത്തി. അത് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും. അതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ നോൺ ഫാം പേറോ ഡേയിൽ മാറി നിൽക്കണം മാർക്കറ്റിൽ നിന്ന് അല്ലേ. പക്ഷെ ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ദിവസമാണ്. ഓക്കെ, സോ നമ്മൾ യൂറോയിലോട്ട് വരുമ്പം യൂറോ നമുക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 1.02120 ആ റേഞ്ചിലാണ്. ഓക്കെ, സോ നമുക്ക് യൂറോയിൽ നല്ലൊരു ലോയിൽ നിൽക്കുകയാണ്. വേണം എന്നുള്ള ആൾക്കാർക്ക് മേടിക്കാം. ഓക്കെ, കാരണം ഇനി ഒരു 200 പിപ്പിടത്ത് ആയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 20 വർഷത്തെ ലോ ആയി. കഴിഞ്ഞ വർഷം എത്തിയിട്ടുണ്ടായിരുന്നു $US ഈക്വൽ ടു യൂറോ എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ എത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് മേടിച്ച് തുടങ്ങാം. ഓക്കെ, ഒരു ലോങ്ങർ ടേമിലൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും നമുക്ക് യൂറോ ഇപ്പോൾ മേടിക്കാൻ പറ്റുന്നൊരു സമയമാണ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കണോ എന്നുള്ള നിങ്ങളുടെ ഇക്വിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ചെറിയ ലോട്ടുകൾ വാങ്ങിയിടാം യൂറോയിൽ വേണമെങ്കിൽ. ഓക്കെ, റിസ്ക് എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് എടുക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇതിന് റെക്കമെൻഡഡ് ട്രേഡ് ഒന്നുമല്ല. വേണം എന്നുള്ള ആൾക്കാർക്ക് ചെയ്യാം. GBPയും അതേപോലെ തന്നെ 1.213536 നിൽക്കുന്നത്. GBPയുടെ കഴിഞ്ഞ 1.5 വർഷത്തെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ നിൽക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് GBP വീണ്ടും ഇന്നലെ 1.2200 അവിടെ നിന്നിട്ട് വീണ്ടും താഴോട്ട് പോയത്, അല്ലെങ്കിൽ GBP ആണെങ്കിലും യൂറോ ആണെങ്കിലും വീണ്ടും താഴോട്ട് പോയതിൻ്റെ റീസൺ എന്താ വെച്ചാൽ നമ്മളിപ്പം എന്താണ് NFPക്ക് ശേഷം എന്താ പറയുക ഏഷ്യൻ മാർക്കറ്റൊക്കെ ഇന്നാണ് ഓപ്പൺ ആയത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക പ്രതിഫലനം അല്ലെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ ആണെന്നേ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഉറപ്പായിട്ടും നമുക്ക് US മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ 1.2200 മുകളിലായിട്ട് മാർക്കറ്റ് കാണുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ NFPയുടെ നോൺ ഫാം പേറോളിൻ്റെ ഒരു റിയാക്ഷനാണ് എന്നുള്ളതാണ് ഇപ്പോൾ മാർക്കറ്റ് ഒന്നുകൂടെ ഡംപായത് എന്നുള്ളതാണ് എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, വേണം എന്നുള്ള ആൾക്കാർക്ക് റിസ്ക് എടുക്കാം എന്നുള്ള ആൾക്കാർക്ക് ലോവർ പോയിന്റിൽ കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ എടുത്ത് നോക്കുമ്പം വേണമെങ്കിൽ ഇവിടുന്ന് ബൈ ചെയ്യാം. അതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഓക്കെ, പക്ഷേ അധികം ലോട്ടൊന്നുമല്ല, ഒരു ചെറിയൊരു ലോട്ട് ഒരു പോയിന്റ് ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ 0.3 ലോട്ടൊക്കെ വേണമെങ്കിൽ ബൈ ചെയ്യാം. എന്നിട്ട് ബാക്കി ലോട്ട് 1.22യുടെ മുകളിലായിട്ട് മാർക്കറ്റ് സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന സമയത്ത് വേണമെങ്കിൽ ബൈ ചെയ്യുന്നതല്ലേ നല്ലത്. അതാണ് സേഫായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, സോ ഏറ്റവും ലാസ്റ്റ് നമുക്ക് നമ്മുടെ ഗോൾഡിലോട്ട് പോകുമ്പം ഗോൾഡ് 2686 നിൽക്കുന്നത്. 2680 മുകളിലായിട്ടാണ് ഇന്നത്തെ എല്ലാ ക്യാൻഡിലും സ്റ്റാർട്ട് ചെയ്തത്. നോൺ ഫാം പേറോളിന് ശേഷം മാർക്കറ്റ് മാക്സിമം 2666 വരെ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. 2666 വരെ 63 വരെ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് അപ്പം തന്നെ റിക്കവറായി 2680 മുകളിലോട്ട് കയറി. ഇന്നൊരു ഷാഡോ മാത്രം 2679 78 വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഗോൾഡിൻ്റെ ഒരു സിറ്റുവേഷൻ. അപ്പം മാർക്കറ്റ് 2680 മുകളിൽ അവസാനിച്ചത് കൊണ്ടിട്ട് തന്നെ മാർക്കറ്റ് 2730 വരെ പോകാനുള്ള പോസിബിലിറ്റി എല്ലാം അവിടെ തുറന്നിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അവിടുത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അല്ലേ. ഓൾമോസ്റ്റ് ഒരു 500 പിപ്സോളം നമുക്ക് മുകളിലോട്ട് പ്രതീക്ഷിക്കാം. മോസ്റ്റ് പ്രോബബ്ലി പ്രതീക്ഷിക്കാം. ടെക്നിക്കൽസ് മാത്രമാണ് വർക്കൗട്ട് ആവുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സീസ് ഫെയർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ബലൂണിൻ്റെ കാറ്റഴിച്ച് വിട്ടാണെങ്കിൽ മാർക്കറ്റ് താഴോട്ട് പോയി 2580 വരെയൊക്കെ മാർക്കറ്റ് പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു കാരണവശാലും എന്താ പറയുക ടോപ്പ് ലോസ് ഇട്ട് തന്നെ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുത്തെ ബൈ പറയുന്നത് എനിക്ക് ഇവിടുത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും 2680-85 ഇടയ്ക്ക് കിട്ടിയാൽ ബൈ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 86 നിൽക്കുകയാണ്. ഇപ്പം നമ്മുടെ ഏഷ്യ ക്ലോസ് ആയ സമയമാണ്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇപ്പോഴല്ല ഈ ഒരു പോയിന്റില്ല കുറച്ചുകൂടെ താഴോട്ട് വരാൻ നേരത്തെ 83-82 റേഞ്ചിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യാം. ഓക്കെ,
പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇടണം. 2672 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. കുറച്ച് ബിഗ് സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ള ആൾക്കാർക്ക്. ഓക്കെ, ഇല്ലാത്ത പക്ഷം 75-ൻ്റെയൊക്കെ താഴെയായിട്ടിട്ടാലും വലിയ കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. 74-ൻ്റെയൊക്കെ താഴെയായിട്ടിട്ടാലും കുഴപ്പമില്ല. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഉറപ്പായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ചെയ്യുക. കാരണം ഒരുപാട് പൊളിറ്റിക്കലായിട്ട് ഒരുപാട് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ പല സൈഡിൽ നിന്ന് വരുന്നുണ്ട്. സീസ് ഫയറിൻ്റെ ഒരു കാര്യം നടക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ കൊണ്ടിട്ട് ഒന്ന് ജാഗ്രത പാലിക്കുക. ഓക്കെ, സോ ഇത്രയാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ളത്. നമ്മുടെ അടുത്ത ബാച്ചിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. അടുത്ത തിങ്കളാഴ്ച ആയിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.